എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 11ാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ബംഗളൂരുവിലെ ചരിത്രപ്രസിദ്ധമായ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ പിറന്നത് സമാനതകളില്ലാത്ത ഒരു ക്രിക്കറ്റ് ഇതിഹാസമാണ്. സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആരാധകരുടെ ശ്വാസം നിലപ്പിച്ചുപോയ ഒരു ഹൈ സ്കോറിംഗ് ത്രില്ലറിലേക്കാണ് ഈ മത്സരം വഴിമാറിയത്. ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ചിന്നസ്വാമിയിലെ ചെറിയ ബൗണ്ടറികളും രാത്രിയിലെ മഞ്ഞുവീഴ്ചയും കണക്കിലെടുത്ത് തന്ത്രപരമായി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് സ്വന്തം മണ്ണിൽ അംഗത്തിനിറങ്ങിയ റെഡ് ആർമി റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ബാറ്റിംഗിനായി മൈതാനത്തേക്ക് ചുവടുവെച്ചു. എന്നാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലും അവിശ്വസനീയമായ ഒരു ദൃശ്യമാണ് പിന്നീട് കണ്ടത്. ഗാലറികളിലെ ചുവപ്പും മഞ്ഞയും കലർന്ന ആൾക്കൂട്ടം മൈതാനത്തെ ഒരു ജീവനുള്ള സമുദ്രമാക്കി മാറ്റിയിരുന്നു. ഒരു വശത്ത് കിങ് വിരാട് കോഹ്ലിയുടെ പട സ്വന്തം കോട്ടയിൽ ഗർജിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ മറുവശത്ത് തലയുടെ നഗരത്തിൽ നിന്നുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ഈ കോട്ട പിടിച്ചെടുക്കാൻ ഉറച്ചാണെത്തിയത്. അമ്പയർമാർ കളി തുടങ്ങാൻ സിഗ്നൽ നൽകിയ നിമിഷം ബംഗളൂരുവിന്റെ തുടക്കം ശാന്തമായ സമുദ്രം പോലെയല്ല, മറിച്ച് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയായിരുന്നു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഐക്കൺ കിങ് വിരാട് കോഹ്ലിയും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ഓപ്പണർ ഫിൽ സാൾട്ടും ക്രീസിലേക്കെത്തിയപ്പോൾ സ്റ്റേഡിയം കോഹ്ലി കോഹ്ലി മന്ത്രങ്ങളാൽ മുഖരിതമായി. കർണപുടങ്ങൾ പൊട്ടിപ്പോകാൻ തക്കവണ്ണമുള്ള ആവേശമായിരുന്നു അവിടെ. ഓരോ ആരാധകനും കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും അവിസ്മരണീയമായ ഒരു ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നിംഗ്സിന്റെ 3ാം ഓവറിൽ ഖലീൽ അഹമ്മദിന്റെ മികച്ചൊരു പന്തിൽ വെറും 2 റൺസ് മാത്രം എടുത്തു നിൽക്കെ കോഹ്ലിയുടെ വളരെ എളുപ്പമുള്ള ഒരു ക്യാച്ച് ശിവം ദുബെ കൈവിട്ടപ്പോൾ സ്റ്റേഡിയം ഒരു നിമിഷം ശ്വാസമടക്കി നിന്നു. ഒരു ഓടുന്ന സിനിമ ആരെങ്കിലും പെട്ടെന്ന് പോസ് ചെയ്തതുപോലെ ഒരു നിശബ്ദത. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർക്ക് ജീവൻ നൽകിയതിലൂടെ തങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ചെന്നൈക്ക് നന്നായി അറിയാമായിരുന്നു. ജീവൻ തിരിച്ചുകിട്ടിയ കോഹ്ലി തന്റെ വിശ്വരൂപവും രൗദ്രഭാവവും പൂണ്ടു. 4ാം ഓവറിൽ കിവീസ് ബൌളർ മാറ്റ് ഹെൻറി എത്തിയപ്പോൾ തന്റെ മാന്ത്രികമായ കൈക്കുഴകളുടെ കരുത്തിൽ കോഹ്ലി ഒരു പടുകൂറ്റൻ സിക്സർ സ്റ്റാൻസിന്റെ 2ാം നിലയിലേക്ക് പറത്തി. തൊട്ടുപിന്നാലെ ഒരു ക്ലാസിക് കവർ ഡ്രൈവിലൂടെ അതിമനോഹരമായ ഒരു ബൗണ്ടറി നേടി അദ്ദേഹം തന്റെ പഴയ താളം കണ്ടെത്തി. എന്നാൽ കളിയുടെ ആദ്യത്തെ ഹൃദയഭേദകമായ വഴിത്തിരിവുണ്ടായത് യുവ ബൌളർ അൻഷുൽ കാംബോജിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ്. കോഹ്ലിയുടെ ചുവടുകളും ആക്രമണോത്സുകതയും കൃത്യമായി മനസ്സിലാക്കിയ കാംബോജ് ഒരു ഹാർഡ് ലെങ്ത് പന്തെറിഞ്ഞു. പുൾ ഷോട്ടിനെ ശ്രമിച്ച കോഹ്ലിക്ക് പിഴച്ചു. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ഉയർന്നു. എന്നാൽ ഇത്തവണ ശിവം ദുബെയ്ക്ക് തെറ്റുപറ്റിയില്ല. 28 റൺസ് എടുത്ത കോഹ്ലി പുറത്തായതോടെ ബംഗളൂരുവിന് ആദ്യത്തെ വലിയ പ്രഹരമേറ്റു. സ്റ്റേഡിയത്തിൽ കനത്ത നിശബ്ദത പടർന്നു. കോഹ്ലി മടങ്ങിയതോടെ ഉത്തരവാദിത്തം ഫിൽ സാൾട്ടിന്റെ ചുമതലയിലായി. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത സാൾട്ട് ചെന്നൈയുടെ പ്രധാന ബൌളർമാരായ അൻഷുൽ കാംബോജിനെയും ഖലീൽ അഹമ്മദിനെയും നിഷ്കരുണം പ്രഹരിക്കാൻ തുടങ്ങി. മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും ബൗണ്ടറികളുടെ ഒരു മഴ തന്നെ അദ്ദേഹം തീർത്തു. ചെന്നൈയുടെ ബൌളിംഗ് നിര പൂർണ്ണമായും ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. ചുരുങ്ങിയ പന്തുകൾ മാത്രം നേരിട്ട് തന്റെ വ്യക്തിഗത സ്കോർ 40 കടത്തിയ സാൾട്ടിന്റെ ബാറ്റിൽ നിന്നും തീപ്പൊരി പാറുകയായിരുന്നു. ഈ വിനാശകരമായ ആക്രമണത്തിനിടയിൽ മറുവശത്ത് യുവതാരം ദേവദത്ത് പടിക്കലും തന്റെ അസാമാന്യമായ ക്ലാസും സാങ്കേതിക തികവും പ്രകടമാക്കി. ജെയ്മി ഓവർട്ടന്റെ വേഗത്തെ അതിവിദഗ്ധമായി നേരിട്ട അദ്ദേഹം കൈക്കുഴകൾ ഉപയോഗിച്ച് നയനാഭിരാമമായ നിരവധി ഷോട്ടുകൾ പായിച്ചു. ഇരുവരും ചേർന്നുള്ള 50 റൺസിന്റെ മിന്നൽ കൂട്ടുകെട്ട് 9 ഓവറിൽ തന്നെ RCBയുടെ സ്കോർ 80 കടത്തി. ഇന്ന് ചിന്നസ്വാമിയിൽ റൺമലയുടെ പുതിയൊരു ചരിത്രം രചിക്കപ്പെടുമെന്ന് ഉറപ്പായ നിമിഷങ്ങൾ. എന്നാൽ ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണല്ലോ. കളി മാറാൻ അധിക നേരം വേണ്ട. 11ാം ഓവറിൽ ഗോൾഡൻ ആം എന്നറിയപ്പെടുന്ന ശിവം ദുബെ തന്റെ മാന്ത്രിക ബൌളിംഗിലൂടെ മത്സരം വഴിമാറി. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട സാൾട്ട് ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച് പന്ത് വായുവിലേക്ക് ഉയർത്തി. ഡീപ് മിഡ് വിക്കറ്റിൽ നിലയുറച്ചിരുന്ന നൂർ അഹമ്മദ് വളരെ സുരക്ഷിതമായൊരു ക്യാച്ചിലൂടെ ശതകത്തിലേക്ക് കുതിക്കുകയായിരുന്ന ആ വിനാശകരമായ ഇന്നിംഗ്സിന് തിരശീല വിട്ടു. RCBയുടെ കുതിപ്പിന് പെട്ടെന്നൊരു ബ്രേക്ക് വീണു. ചെന്നൈ ക്യാമ്പിൽ ആഘോഷം അലയടിച്ചു. എന്നാൽ RCB ആരാധകരെ കാത്തിരുന്നത് ആവേശത്തിന്റെ പുതിയൊരു അധ്യായമായിരുന്നു. RCB ക്യാപ്റ്റനും ആഭ്യന്തര ക്രിക്കറ്റിലെ അതികായനുമായ രജത് പാട്ടിദാർ ക്രീസിലെത്തി. പ്രതിരോധിച്ച് കളിക്കാൻ താൻ ഒട്ടും തയ്യാറല്ലെന്ന് വന്നപാടെ അദ്ദേഹം വ്യക്തമാക്കി. 12ാം ഓവറിൽ അഫ്ഗാൻ സ്പിൻ മാന്ത്രികൻ നൂർ അഹമ്മദിന്റെ ആദ്യ പന്തിൽ തന്നെ പാട്ടിദാർ ക്രീസിൽ നിന്നിറങ്ങി തന്റെ സർവ്വശക്തിയുമെടുത്ത് സ്റ്റാൻസിന്റെ 2ാം നിലയിലേക്ക് ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി. സ്റ്റേഡിയത്തിൽ വീണ്ടും ജീവൻ വെച്ചു. ഇത് കണ്ട ആവേശം കയറുള്ള പടിക്കലും തന്റെ പഴയ രൗദ്രഭാവത്തിലേക്ക് മാറി. അതേ ഓവറിൽ തന്നെ ലോങ് ഓണിന് മുകളിലൂടെ പടിക്കൽ മറ്റൊരു ഭീമ മോൺസ്റ്റർ സിക്സർ കൂടി നേടിയതോടെ ഡഗൌട്ടിലിരുന്ന RCB താരങ്ങൾ വരെ ഇരിപ്പിടങ്ങളിൽ ചാടിയെഴുന്നേറ്റു. 12 ഓവറിൽ സ്കോർ 2-114 എന്ന ശക്തമായ നിലയിലെത്തി. 28 പന്തിൽ 40 റൺസുമായി പടിക്കൽ ഒരു യോദ്ധാവിനെ പോലെ പൊരുതി. പാട്ടിദാർ 6 പന്തിൽ വെറും 9 റൺസുമായി മികച്ച പിന്തുണ നൽകി. 13ാം ഓവറിൽ ദുബെയെ കടന്നാക്രമിച്ച പടിക്കൽ വെറും 29 പന്തിൽ തന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. പാട്ടിദാർ മാറ്റ് ഹെൻറിക്കെതിരെ ഒരു കിടിലൻ സിക്സർ നേടി ഇരുവരും തമ്മിലുള്ള 50 റൺസിന്റെ കൂട്ടുകെട്ട് തികച്ചു. എന്നാൽ 15ാം ഓവറിൽ ജെയ്മി ഓവർട്ടന്റെ ഒരു കൃത്യതയാർന്ന പന്തിൽ ലാബ് ഷോട്ടിന് ശ്രമിച്ച പടിക്കൽ ക്ലീൻ ബോൾഡായി. ചിന്നസ്വാമി വീണ്ടും നിശബ്ദമായി. എന്നാൽ അതൊരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ പവർ ഹിറ്റർമാരിൽ ഒരാളായ ടിം ഡേവിഡ് ക്രീസിലെത്തി.
തുടക്കത്തിൽ പന്ത് കൃത്യമായി ബാറ്റിൽ കൊള്ളിക്കാൻ ബുദ്ധിമുട്ടിയ ഡേവിഡ് 17-ാം ഓവറിൽ നൂർ അഹമ്മദിനെതിരെ തുടർച്ചയായ 3 പ്രളയസമാനമായ ഗഗനചുംബിയ സിക്സറുകൾ പറത്തി ചെന്നൈ ക്യാമ്പിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിലൊന്ന് സാക്ഷാൽ കോഹ്ലിയെ പോലും അത്ഭുതപ്പെടുത്തി സ്റ്റാൻസിന്റെ മുകൾ തട്ടിലാണ് ചെന്നുവീണത്. മത്സരത്തിലെ യഥാർത്ഥ ഹൈ വോൾട്ടേജ് ഡ്രാമ 18-ാം ഓവറിലായിരുന്നു. യുവ ബൌളർ അൻഷുൽ കാംബോജ് തീപ്പൊരി പാർന്ന ഒരു യോർക്കറിലൂടെ ടിം ഡേവിഡിന്റെ സ്റ്റംപ് പിഴുതെറിഞ്ഞു. ചെന്നൈ വിജയാഹ്ലാദം തുടങ്ങുമ്പോഴേക്കും അമ്പയർ അതൊരു നോ ബോളായി വിധിച്ചു. കാംബോജിന്റെ കാൽ ക്രീസിന് പുറത്തായിരുന്നു. കിട്ടിയ മഹാജീവൻദാനത്തിൽ ഡേവിഡ് തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. തുടർന്ന് വന്ന ഫ്രീ ഹിറ്റ് അദ്ദേഹം അതിർത്തി കടത്തി. 19-ാം ഓവർ ജെയ്മി ഓവർട്ടന്റെ ഒരു പേടി സ്വപ്നമായി. ഡേവിഡ് ആ ഓവറിൽ 3 പടുകൂറ്റൻ സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ പറത്തി. വെറും 25 പന്തിൽ തന്റെ വിനാശകരമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അവസാന ഓവറിൽ അൻഷുൽ കാംബോജിന്റെ ആദ്യ പന്ത് തന്നെ സ്ലോട്ടിൽ കിട്ടിയ ക്യാപ്റ്റൻ പാട്ടിദാർ ഒരു ഗഗനഭേദി സിക്സറിലൂടെ അതിർത്തി കടത്തി RCBയുടെ സ്കോർ 250 എന്ന ചരിത്രപരമായ പടുകൂറ്റൻ സംഖ്യയിലെത്തിച്ചു. ഈ IPL സീസണിലെ ഏറ്റവും വലിയ സ്കോറായിരുന്നു അത്. 20 ഓവറുകളുടെ പോരാട്ടം അവസാനിക്കുമ്പോൾ RCBയുടെ സ്കോർ 3-250. വെറും 19 പന്തിൽ 48 റൺസുമായി പാട്ടിദാറും 25 പന്തിൽ 70 റൺസുമായി ചെന്നൈ ബൌളർമാരെ മുഴുവൻ തച്ചു തകർത്ത ടിം ഡേവിഡും പുറത്താകാതെ നിന്നു. ഇരുവരും ചേർന്ന് വെറും 34 പന്തിൽ 100 റൺസിലധികം വരുന്ന അപരാജിതമായ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. 251 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ ചെന്നൈ സൂപ്പർ കിങ്സ് കളത്തിലിറങ്ങിയപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം അത്യന്തം ഗർഭിതമായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ തന്നെ മൈതാനത്ത് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യ ഓവർ എറിയാനെത്തിയ ജേക്കബ് ഡഫിക്കെതിരെ ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദ് ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് തങ്ങളുടെ ആക്രമണോത്സുകതയുടെ നയം വ്യക്തമാക്കി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ ഗേക്വാദിനെ 3 പന്തിൽ 7 റൺസിന് സ്ലിപ്പിൽ ദേവദത്ത് പടിക്കലിന്റെ സുരക്ഷിതമായ കൈകളിലെത്തിച്ച് ഡഫി RCBക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. ഈ വിക്കറ്റ് സ്റ്റേഡിയത്തിലെ RCB ആരാധകരിൽ ആവേശ തിരമാലകൾ സൃഷ്ടിച്ചു. തുടർന്നെത്തിയ പവർ പ്ലേ ഓവറുകളിൽ പന്തെറിയാനെത്തിയത് പരിചയസമ്പന്നനായ ഭുവനേശ്വർ കുമാറായിരുന്നു. തന്റെ IPL കരിയറിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ഭുവി എന്ന് പിന്നിട്ടത്. ക്രീസിലുണ്ടായിരുന്ന യുവതാരം ആയുഷ് മാത്രയെ രജത് പാട്ടിദാറിന്റെ കൈകളിലെത്തിച്ചതോടെ IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന രണ്ടാമത്തെ മാത്രം ബൌളറായി ഭുവനേശ്വർ കുമാർ മാറി. ഈ ചരിത്ര നേട്ടം സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പതറിയ ചെന്നൈക്ക് വേണ്ടി പിന്നീടുണ്ടായിരുന്നത് മലയാളി ആരാധകരുടെ സ്വന്തം ഹീറോ സഞ്ജു സാംസണായിരുന്നു. വലിയൊരു പ്രതീക്ഷയുടെ ഭാരമാണ് സഞ്ജുവിന് മേൽ വെച്ചത്. ഡഫിയുടെ പന്തിൽ ഒരു ഗംഭീര സിക്സർ പറത്തി സഞ്ജു വരവറിയിച്ചു. ആ ഷോട്ട് സ്റ്റേഡിയത്തിലെ ചെന്നൈ ആരാധകർക്ക് പുത്തൻ ഉണർവ് നൽകി. എന്നാൽ ആ ആവേശം അധികനേരം നീണ്ടുനിന്നില്ല. തൊട്ടടുത്ത പന്തിൽ ഡഫിയുടെ ഒരു തന്ത്രപരമായ ഡെലിവറിയിൽ സ്ലിപ്പിൽ വീണ്ടും പടിക്കലിന് മികച്ചൊരു ക്യാച്ച് നൽകി സഞ്ജു മടങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിൽ കനത്ത നിശബ്ദത പടർന്നു. മുൻനിര അതിവേഗം തകർന്നടിഞ്ഞ ചെന്നൈയെ ഒരു മഹാ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ പിന്നീട് അവതരിച്ചത് സർഫറാസ് ഖാൻ എന്ന പോരാളിയാണ്. RCB ബൌളർമാരെ കടന്നാക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ബാറ്റ് വീശിയ സർഫറാസ് ഭുവനേശ്വറിനെയും ഡഫിയെയും അതിർത്തി കടത്തിക്കൊണ്ടിരുന്നു. ഡഫിയുടെ ഒരു നോ ബോളിൽ ലഭിച്ച ഫ്രീ ഹിറ്റിൽ അതിമനോഹരമായൊരു ബൗണ്ടറി പായിച്ച സർഫറാസ് വെറും 25 പന്തുകളിൽ നിന്ന് 8 മനോഹരമായ ഫോറുകളും 2 ഗഗനചുംബിയായ സിക്സറുകളും സഹിതം 200 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് അടിച്ചുകൂട്ടി ചെന്നൈ ക്യാമ്പിൽ ജീവൻ നിലനിർത്തി. അദ്ദേഹത്തിന്റെ അനായാസമായ ഷോട്ടുകൾ RCB ക്യാമ്പിൽ നേരിയ ആശങ്ക പടർത്തിയിരുന്നു. എന്നാൽ 6-ാം ഓവറിൽ സ്പിന്നർ കൃണാൽ പാണ്ഡ്യ എത്തിയതോടെ കളിയുടെ ഗതി RCBക്ക് അനുകൂലമായി വീണ്ടും മാറി. ആദ്യ പന്തിൽ തന്നെ ക്രീസ് വിട്ടിറങ്ങി കൂറ്റനടിക്ക് ശ്രമിച്ച സർഫറാസിനെ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കത്തിലൂടെ കൃണാൽ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. പകരമെത്തിയ കാർത്തിക് ശർമ്മ ഒരു സിക്സർ നേടി പ്രതീക്ഷ നൽകിയെങ്കിലും അതേ ഓവറിൽ തന്നെ അഭിനന്ദൻ സിംഗിന് ക്യാച്ച് നൽകി മടങ്ങി. പിന്നാലെ 10-ാം ഓവറിൽ 18-ന് ദുബൈയും മടങ്ങി. അങ്ങനെ 10 ഓവറുകൾ പിന്നിടുമ്പോൾ ചെന്നൈ 6-ന് 109 എന്ന പരിതാപകരമായ അവസ്ഥയിലായി. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ക്രീസിലൊന്നിച്ച പ്രശാന്ത് വീറും ജാമി ഓവറ്റനും ചേർന്ന് അസാധ്യമെന്ന് തോന്നിയ ആ ലക്ഷ്യത്തിലേക്ക് ഒരു അന്തിമ പോരാട്ടത്തിന് തുടക്കമിട്ടു. ബാറ്റിൽ നിന്നും പിറന്ന കൂറ്റൻ സിക്സറുകളും അതിവേഗ ഫോറുകളും സ്റ്റേഡിയത്തിൽ വീണ്ടും ചെന്നൈ ആരാധകരുടെ ശബ്ദമുയർത്തി. പിന്നാലെ വന്ന ബാറ്റ്സ്മാൻമാരും തങ്ങളുടെ അവസാന തുള്ളി വിയർപ്പുമൊഴുക്കി പൊരുതി നോക്കിയെങ്കിലും 251 എന്ന പടുകൂറ്റൻ സ്കോറിനു മുന്നിൽ അവരുടെ വീരോചിതമായ പോരാട്ടങ്ങൾ മതിയാവുകയുമായിരുന്നില്ല. RCB ബൌളർമാരുടെ കൃത്യതയാർന്ന ബൌളിംഗിനു മുന്നിൽ അവശേഷിക്കുന്ന ഓവറുകളിൽ വേണ്ട റൺ റേറ്റ് കുതിച്ചുയർന്നു. അതിനൊത്ത് റൺസ് കണ്ടെത്താൻ ചെന്നൈ ബാറ്റ്സ്മാൻമാർക്ക് പാടുപെടേണ്ടി വന്നു. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ആ ഹിമാലയൻ ലക്ഷ്യത്തിലെത്താനായില്ല. RCBയുടെ റൺമലയ്ക്ക് മുന്നിൽ പൊരുതി വീണ ചെന്നൈയെ സാക്ഷിയാക്കി സ്വന്തം കോട്ടയായ ചിന്നസ്വാമിയുടെ മണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഒരു ഐതിഹാസികവും അവിസ്മരണീയവുമായ വിജയം സ്വന്തമാക്കി. 251 റൺസ് എന്ന അസാധ്യം മല കാത്തുസൂക്ഷിച്ച RCB ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനം ഈ രാത്രിയെ IPL ചരിത്രത്തിൽ തന്നെ സുവർണലിപികളിൽ എഴുതിച്ചേർത്തു. തോൽവി സമ്മതിക്കാതെ പൊരുതിയ ശിവം ദുബൈയുടെയും സർഫറാസ് ഖാനിന്റെയും പോരാട്ടവീര്യം ചെന്നൈ ആരാധകർക്ക് ആശ്വാസമേകിയെങ്കിലും അന്തിമ വിജയം റെഡ് ആർമിയുടെ നെഞ്ചുറപ്പിനൊപ്പമായിരുന്നു. ഗാലറികളിൽ തിങ്ങി നിറഞ്ഞ ചുവപ്പും സ്വർണവും അണിഞ്ഞ 10,000-കണക്കിന് ആരാധകർ തങ്ങളുടെ മൊബൈൽ ഫ്ലാഷുകൾ തെളിയിച്ചു പാടിയ വിജയഗീതം ബംഗളൂരു നഗരമാകെ അലയടിച്ചു.
ഇതൊരു വെറും മത്സരമായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് എന്ന മഹാത്ഭുതത്തിന്റെ സൗന്ദര്യവും ആവേശവും അനിശ്ചിതത്വവും മുഴുവൻ ആവാഹിച്ച ഒരു വികാരമായിരുന്നു. ഈ ചരിത്ര വിജയം വരാനിരിക്കുന്ന മത്സരങ്ങളിലെ എതിരാളികൾക്കുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. ചിന്നസ്വാമിയിലെ ഈ അഗ്നിപർവ്വതം ഇപ്പോൾ സജീവമായിരിക്കുന്നു. ഈ സീസണിൽ RCBയുടെ ഈ വിജയക്കുതിപ്പ് തടയുക എന്നത് ഇനി ഏതൊരു വമ്പന്മാർക്കും ഒരു വലിയ പേടി സ്വപ്നമായിരിക്കും. കോടാനുകോടി ആരാധകരുടെ ഹൃദയമിടിപ്പുകൾക്ക് സാക്ഷിയായ ചിന്നസ്വാമിയിലെ ആ മാന്ത്രിക രാത്രി ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഒരു ഇതിഹാസ കാവ്യമായി എന്നും മായാതെ നിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.